ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. നോഡിനെ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പം ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് നോഡ്സിനെ റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമ്മൾ അറേയിലൊക്കെ ചെയ്യുന്നത് പോലെ അറേയിൽ നമ്മളെന്താണ് ഒരു നമ്പറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് സെയിം ആസ് inserting into a linked list, we have three ways: at beginning, at end, at middle. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ നിന്നും, അതായത് ബിഗിനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്റ്റാർട്ട് ആയിരിക്കും. ആ സ്റ്റാർട്ട് നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് നോഡിലേക്ക് എന്തായിരുന്നു ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അവസാനത്തെ നോഡിനെ റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് സെൻറ്ററിൽ എവിടെയെങ്കിലും ഉള്ള അത് നമുക്ക് എന്താണ് പൊസിഷൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എലമെൻറ്റിനെ പറഞ്ഞിട്ടോ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് അറ്റ് ബിഗിനിങ്. അപ്പോൾ അറ്റ് ബിഗിനിങ് എന്ന് പറയുമ്പോൾ ബിഗിനിങ് പൊസിഷനിലെ ബിഗിനിങ് പൊസിഷനിൽ നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ബിഗിനിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാർട്ടാണ്. നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റത്തെ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റാർട്ട് നോഡായിരിക്കും. ആ സ്റ്റാർട്ട് നോഡിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്നാമത്തെ നോഡ് എന്താണ് 41 ആണ്. 41 നമുക്ക് 42ൻ്റെ അഡ്രസ്സ് കിട്ടും. 42 എന്നുള്ള നോഡിൽ നിന്ന് നമുക്ക് എന്താണ് 43യുടെ അഡ്രസ്സ് കിട്ടും. 43 ആണ് നമ്മുടെ ലാസ്റ്റ് നോഡ്. എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പോയിൻ്റർ എന്താണ്, അതിൻ്റെ നെക്സ്റ്റ് പോയിൻ്റർ എന്ന് പറയുന്നത് നള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും 41, 42, 43 എന്നുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും നമുക്ക് എന്താണ് സ്റ്റാർട്ടിനെ റിമൂവ് ചെയ്യണം. അതിൻ്റെ ബിഗിനിങ്ങിൽ നിന്നും നമുക്കൊരു നോഡിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ബിഗിനിങ്ങിൽ നിന്നും റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ 41 ആണ് നമ്മുടെ ഫസ്റ്റത്തെ നോഡ്. ആ നോഡിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിൽ നിന്ന് നമുക്ക് എന്താണ് 41 കിട്ടും. 41ൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് എന്താണ് 42ൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ നമ്മളെന്താണ് ആ 41ൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നിന്നും 42ൻ്റെ അഡ്രസ്സ് കിട്ടുമ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മളെന്താണ് 42 ആക്കിയിട്ട് മാറ്റണം. 42ൻ്റെ അഡ്രസ്സ് നമുക്ക് 41 എന്ന് കിട്ടും. അപ്പോൾ 41 നിന്ന് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഫീൽഡിൽ പോയിട്ട് അതിൻ്റെ അഡ്രസ്സ് എന്താണോ അതാണ് നമ്മൾ എന്താണ് ഇനി സ്റ്റാർട്ട് ആക്കിയിട്ട് മാറ്റുന്നത്. പ്രോഗ്രാമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബിഗിനിങ്ങിൽ നിന്നും ഒരു നോഡിനെ, അതായത് നമ്മുടെ സ്റ്റാർട്ട് നോഡിനെ റിമൂവ് ചെയ്യുന്ന, ഡിലീറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെന്താണ് ആദ്യം നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാർട്ടിൽ നിന്നും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിലീറ്റ് പ്രോഗ്രാമിൽ ചെയ്യുന്നത് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോഡിനെ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡാറ്റയും നെക്സ്റ്റ് പാർട്ടും കൊടുത്തു, ദെൻ മെയിൻ കൊടുത്തിട്ടുണ്ട്. മെയിനിൽ സ്ട്രക്ചറിൻ്റെ എന്താണ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോഡ് എന്നുള്ള സ്ട്രക്ചറിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PTR-KP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ PTR നമ്മൾ സാധാരണ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കെയും പിന്നെ നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ് ഇൻഡ് ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഡ് ഫ്ലാഗ് എന്ന് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് വൈൽ ഫ്ലാഗ് യൂസ് ചെയ്യുന്നു. ഈ ഒരു ഒന്നാമത്തെ വൈൽ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ടാണ്. ദെൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഓരോ എലമെൻറ്റ്സിനെയും ആഡ് ചെയ്തതിന് ശേഷം ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇവർ ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്താണ് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അതിനെ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് printf do you want to continue, if yes enter 1 otherwise 0. അത് നമുക്ക് പുതിയൊരു എലമെൻറ്റിന് വീണ്ടും ആഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അതിനെന്താണ് ഫ്ലാഗിലേക്ക് റീഡ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് മെനു ഡ്രിവൺ പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. 3 നോഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിൽ എന്താണ് 3 എന്നുള്ളൊരു നോഡ്, ദെൻ 3 എന്നുള്ള നോഡിൽ നിന്ന് നമുക്ക് എന്താണ് 5 എന്നുള്ള അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് കിട്ടും. ദെൻ 5 എന്നുള്ള നോഡിൽ നിന്ന് എന്താണ് 7 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് കിട്ടും. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടുണ്ട്. ദെൻ 7th നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളാണ്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നോഡ്സ് ഒന്നുമില്ല. അപ്പം 3 നോഡ്സ് ഉള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞു മെനു ഡ്രിവൺ പ്രോഗ്രാമായിട്ട് നമ്മൾ എന്താണ് ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടും നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ബിഗിനിങ്ങിൽ നിന്നും ഡിലീറ്റ് ചെയ്യാണ്. അപ്പം അതും നമ്മൾ എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്താണ് ഫ്ലാഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മുമ്പ് നമ്മൾ എന്താണ്
ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറോട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂസർ 0 ആണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് 0 ആയിരിക്കും. അടുത്ത പ്രാവശ്യം വൈൽ ഫ്ലാഗ് വരുമ്പോൾ എന്തായിരിക്കും, കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും എന്താണ് നെക്സ്റ്റ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഫ്ലാഗിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറൻ്റ് 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നു, ഫ്ലാഗ് എന്താണ് നമ്മൾ 1 ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു വൈൽ ഫ്ലാഗ്. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഇനിയാണ് നമ്മൾ നമ്മുടെ ബിഗിനിങ്ങിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഈ 3 കോഡ്സാണ് നമുക്ക്, ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ബിഗിനിങ്ങിൽ നിന്നും നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ നിന്നും അതായത് സ്റ്റാർട്ടിനോട് റിമൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, p = സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 3 എന്നുള്ള നോഡാണ്. അപ്പോൾ p = സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പിയിലും എന്തായിരിക്കും, സ്റ്റാർട്ട് തന്നെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി സ്റ്റാർട്ട് എന്ന് കോൾ ചെയ്താലും പി എന്ന് കോൾ ചെയ്താലും നമുക്ക് എന്താണ് 3 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് = p2 നെക്സ്റ്റ്. സ്റ്റാർട്ട് = p2 നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ 3 ആണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്താണ് പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും, ഓൾറെഡി ഉള്ള ലിങ്ക് ഉണ്ട്, 3 എന്നുള്ള ലിങ്ക് ഉണ്ട്, അതിനെ നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നു. സ്റ്റാർട്ടിൽ നിന്നും ഓൾറെഡി 3ലേക്ക് ഉണ്ടായിരുന്ന ലിങ്കിനെ നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിലേക്ക് എന്താണ് അസൈൻ ചെയ്യുന്നത്, p2 നെക്സ്റ്റ് ആണ്. അപ്പോൾ p2 നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ p എന്താണ് 3 എന്നുള്ള നോഡാണ്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത്, 5 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് ആണുള്ളത്. ആ 5 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സാണ് നമ്മൾ സ്റ്റാർട്ടിലേക്ക് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 5ലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് കോൾ ചെയ്യുന്നത് നമുക്ക് എന്തായിരിക്കും, 5 എന്നുള്ള നോഡായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം നമ്മൾ p = സ്റ്റാർട്ട് എന്ന് കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ p എന്തായിരിക്കും 3 ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് സ്റ്റാർട്ട് = p2 നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ഇനീഷ്യലി എന്തായിരുന്നു 3ലേക്കായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് p = നെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ p = നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ p എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡാണ്. ആ 3 എന്നുള്ള നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത്, 5 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് ആണുള്ളത്. അപ്പോൾ 5 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്താണ് സ്റ്റാർട്ടിലേക്ക് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിൽ ഇപ്പോൾ എന്താണുള്ളത്, 5 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിൻ്റെ കോൾ ചെയ്താൽ നമുക്ക് 5 എന്നുള്ള നോഡായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇത്രയാണ് നമുക്ക് റിമൂവ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും അതിൻ്റെ സ്റ്റാർട്ട് നോഡിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 3 ആയിരുന്നു, നമ്മൾ എന്താണ് ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 3 എന്നുള്ള നോഡിന് നമുക്ക് ഒരിക്കലും ഇനി എന്താണ് അവൈലബിൾ ആയിരിക്കില്ല. 3 എന്നുള്ള നോഡ് അവിടെ മെമ്മറിയിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷെ നമുക്ക് എന്താണ് 3 എന്നുള്ള നോഡിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്താണെന്ന് നമുക്കറിയില്ല. p എന്നുള്ള ആ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്താൽ നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടാണ് ആദ്യം കോൾ ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ നോട്ട്സിനെയും ഫെച്ച് ചെയ്തിട്ട് എടുക്കുന്നതെന്ന്. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആയിരിക്കും ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. 5 എന്നുള്ള നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് 7 എന്നുള്ള നോഡ് കിട്ടും. അപ്പോൾ 3 എന്നുള്ള നോഡ് നമ്മൾ എന്താണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും മാത്രമാണ് നമ്മൾ 3നെ റിമൂവ് ചെയ്തിട്ടുള്ളത്. ആ 3 എന്നുള്ള നോഡ് അതായത് ഡാറ്റ പാർട്ടും നെക്സ്റ്റ് പാർട്ടും സ്റ്റോർ ചെയ്തിട്ടുള്ള 3 എന്നുള്ള നോഡ് എപ്പോഴും എന്താണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് റിമൂവ് ചെയ്യണം. ആ ഒരു മെമ്മറി സ്പേസ് അതിന് കൊടുത്തിട്ടുള്ള അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡൈനാമിക്കലി നമ്മൾ എന്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മെമ്മറിനെ നമുക്ക് എന്താണ് തിരിച്ചു വാങ്ങണം, അത് നമുക്ക് ഫ്രീ ആക്കണം. അതിനാണ് നമ്മൾ ഫ്രീ p എന്ന് പറയുന്നത്. അപ്പോൾ p എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു 3 എന്നുള്ള നോഡാണ്. ആ നോഡിന് നമ്മൾ എന്താണ് ഫ്രീ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് എത്ര മെമ്മറിയാണോ നമ്മൾ മെമ്മറിയിൽ നമ്മുടെ പ്രൊസസ്സർ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സ്പേസ് എന്താണ് റിമൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു p എന്നുള്ള സ്പേസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആ സ്പേസിന് നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫ്രീ p എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീ p എന്ന് പറയുന്നത് നമ്മുടെ malloc.h മെമ്മറി അലോക്കേഷൻ .h എന്നുള്ള ഹെഡർ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണ്. നമുക്ക് മെമ്മറീനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്താണ് ഒരു വേരിയബിൾസിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുള്ള അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മെമ്മറി സ്പേസിന് നമ്മൾ എന്താണ് റിലീവ് ചെയ്യുന്നു. അതിനെ ഡി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയും. അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിനെ നമ്മൾ എന്താണ് ഡി അലോക്കേറ്റ് ചെയ്യുക, തിരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫ്രീ p എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താലും സ്റ്റാർട്ടിൽ നമുക്ക് എന്തായിരിക്കും 5 ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ 3 എന്താണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും മാത്രമാണ് ഈ ഒരു 2
സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പി ഈക്വൽ ടു സ്റ്റാർട്ട് ഈക്വൽ ടു പി ടു നെക്സ്റ്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഒന്നാമത്തെ നോഡിനെ, ആദ്യം ഉണ്ടായിരുന്ന നോഡിനെ നമ്മൾ എന്താണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നുമാണ് റിമൂവ് ചെയ്യുന്നത്. അതിന് മെമ്മറിയിൽ റിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്ന് നമ്മൾ എന്താണ് ആ സ്പേസ് നമുക്ക് വീണ്ടും അവൈലബിൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രീ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് 3 എന്നുള്ള ഡാറ്റ നോഡിന് നമ്മൾ എത്ര സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ അത്രയും നമ്മൾ എന്താണ് റിമൂവ് ചെയ്യും. അത്രയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനുശേഷം പ്രിന്റ് എഫ് യുവർ ലിങ്ക് ലിസ്റ്റ് ട്രാവേഴ്സിങ് ആഫ്റ്റർ ഡിലീറ്റ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതിന് ശേഷം എന്താണ്, അതായത് 3 എന്നുള്ള നോഡിന് നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ലിങ്ക് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. പി ടി ആർ ഈക്വൽ ടു സ്റ്റാർട്ട് വൈൽ പി ടി ആർ ഈക്വൽ ടു അതിന് ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എന്താണ് ഡു യു വാണ്ട് ടു ഡിലീറ്റ് അഗെയിൻ അറ്റ് ബിഗിനിങ് ഇഫ് യെസ് എൻ്റർ 1 അതർവൈസ് 0. നമുക്ക് വീണ്ടും ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് 1 എൻ്റർ ചെയ്യുക, അതല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യുക. അസ്യൂം ചെയ്യുക യൂസർ എൻ്റർ ചെയ്യുന്നത് എന്താണ് 1 ആണെന്ന് വിചാരിക്കുക, അതായത് വീണ്ടും ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് വീണ്ടും ഇവിടെ വരും വൈൽ ഫ്ലാഗ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ് പി ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കും. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ 5 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പി ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും പി എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് സ്റ്റാർട്ട് ഈക്വൽ ടു പി ടു നെക്സ്റ്റ്. സ്റ്റാർട്ട് ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡാണ്. അപ്പോൾ 5 എന്നുള്ള നോഡിന് നെക്സ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ഈക്വൽ ടു പി ഈക്വൽ ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡിലേക്കായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പി ഈക്വൽ ടു നെക്സ്റ്റ് എന്ന് പറയും. പി എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡാണ്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത് 7 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സാണുള്ളത്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 7 എന്നുള്ള നോഡ്, അതായത് സ്റ്റാർട്ടിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 5 എന്നുള്ള നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള 7 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സാണ്. നെക്സ്റ്റ് എന്താണ് ഫ്രീ പി എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് എന്താണ് 5 എന്നുള്ള നോഡാണ്. ആ നോഡിനെ നമ്മൾ എന്താണ് റിലീവ് ചെയ്യുന്നു. അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മെമ്മറി അഡ്രസ്സ് നമ്മൾ എന്താണ് ഡി അലോക്കേറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 7 എന്നുള്ള നോഡായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് 5നെ സ്റ്റാർട്ടായിരുന്നു നമ്മുടെ ബിഗിനിങ് നോഡ് എന്ന് പറയുന്നത്, ആ 5നെ നമ്മൾ എന്താണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. വീണ്ടും എന്താണ് ട്രാവേഴ്സ് ചെയ്തിട്ട് വീണ്ടും ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 1 എൻ്റർ ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ് 0 എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂസർ 0 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പ്രോഗ്രാം ഒന്ന് റിട്ടേൺ ചെയ്യും. ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ദെൻ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു കോഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമുക്ക് ആദ്യം ലിങ്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു 3. ദെൻ രണ്ടാമതും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 1, ഡാറ്റ 5 ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, ഡാറ്റ 7. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട, അതുകൊണ്ട് എന്താണ് 0 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 0 എൻ്റർ ചെയ്തതിന് ശേഷം എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സിങ് ആദ്യം 3 എൻ്റർ ചെയ്തു, ദെൻ 5 3, ദെൻ 7 5 3 ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ദെൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് 5 3 7 നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ 5 3 എന്നായി. വീണ്ടും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 1 എൻ്റർ ചെയ്യാം. അപ്പം 5നെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് 3 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ട 0 എൻ്റർ ചെയ്തു. ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാം നമ്മൾ എന്താണ് ബിഗിനിങ്ങിലേക്ക് ഡിലീറ്റ് ചെയ്യണം. ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നു. അതിലേക്ക് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ളത് ചേഞ്ച് ചെയ്തിട്ട് പിയുടെ നെക്സ്റ്റ് കൊടുക്കുക. ഫ്രീ പി ചെയ്യാം. പിക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി നമ്മൾ എന്താണ് ഡി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിഗിനിങ്ങിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ബിഗിനിങ്ങിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താണ് സ്റ്റാർട്ട് നള്ളാണോ എന്ന് നോക്കണം. അത് ഈ ഒരു പ്രോഗ്രാമിൽ കൊടുത്തിട്ടില്ല. ആ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പം ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ് സ്റ്റാർട്ട് തന്നെ നള്ളാണ് എന്നുണ്ടെങ്കിൽ, അതിൽ ഒറ്റ എലമെൻസും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു എറർ വരും. നമ്മൾ ബിഗിനിങ് തന്നെ ഡിലീറ്റ് ആണ് നള്ളാണ് എന്നുള്ള കേസിൽ. അപ്പോൾ നമ്മൾ എന്താണ് ഒരു എറർ മെസ്സേജ് യൂസർക്ക് കൊടുക്കണം. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒറ്റ എലമെൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഇഫ് സ്റ്റാർട്ട് ഈക്വൽ നള്ളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് കോഡ് എഴുതുക ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി എന്ന് വേണ്ട ഒരു പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി.